നാനോ പാപ്പച്ചക്കൊരു ബിസ്ക്കറ്റ് തരൂ. താങ്ക് യു. ഹൈ ബിസ്ക്കറ്റ്, ഗുഡ് ബിസ്ക്കറ്റ് ചായ. ഓക്കെ, നമ്മുടെ നോക്കിയേ ചാമ്പക്കട, വെള്ള ചാമ്പക്കട. ഇത് പൂത്തുണ്ട്, എന്ത് രസമാണ്. ഇത് ഇനി റെഡ് ഇവിടെ ഫുള്ള് വരും. അത് വന്ന് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ ഇങ്ങനെ ഫുള്ള് അടിഭാഗം മൊത്തം റെഡിഷ് ആയി കിടക്കണം. അത് ഫ്യൂച്ചറിൽ നമുക്ക് കാണിക്കാം. എന്തായാലും വരും, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയാണ്. താങ്ക് യു. അതിൻ്റെ ഇടയിൽ കപ്പ കേൾക്കണൊക്കെ ഇവിടെ വന്ന് പനി പിടിച്ച് നല്ല വശത്തായിരുന്നു. 3-4 ദിവസം നല്ല കിടപ്പായിരുന്നു. നല്ല വൈറൽ ഫീവറാണ് പരന്നിട്ടുള്ളത് മൊത്തം. എനിക്കും നന്നൂനും 2-3-4 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു അല്ലേ നന്നു? അംഗനവാടി പോയിട്ട് എത്ര ദിവസമായി? വേറെ ദിവസമായില്ലേ? അങ്ങനെ 2 പേർക്ക് നല്ല പനി പിടിച്ച്. ഭാഗ്യത്തിന് വൈഫിനും മൂത്തോൾക്കും പിടിച്ചിട്ടില്ല. അവളുകൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അതെ, ഒരു മത്തിപ്പോഴും മാറില്ല തലക്ക്. എത്ര ദിവസമായി? അത് ശ്രദ്ധിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ചൂട് ചായ, പിന്നെ പരമാവധി തണുത്ത ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിനുള്ളിൽ കിടന്ന് എവിടാ കപ്പ അയക്കണൊക്കെ അധികം മണ്ണുലിട്ട് ഒടിക്കും. ഇതാ കെട്ടി വെച്ചിട്ടുണ്ട് ഫാദർജി. ഇത് കെട്ടി വലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് കണ്ടത് കപ്പങ്ങ് തയ്ക്കണത് ചെറിയ ഇതുമല്ലേ. എന്നിട്ട് ഞാൻ നോക്കണത് ഇടാ പാമ്പിനെ. നന്നുവിന്റെ പാമ്പിനെ നോക്കണ. ഇതാണ് നന്നു കുട്ടിയുടെ. ഇതെന്തൊരു നന്നു വാങ്ങാൻ എന്തൊരു നന്നു എന്തൊരു നന്നത്? നന്നുവിന്റെ പാമ്പ്. 10 വർഷം ഖത്തറി കിടന്നത് അവിടെ. ആ സമയത്ത് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുമല്ലോ, ഫാമിലിനൊക്കെ ഒരുപാട് മിസ് ചെയ്ത്. ഏറ്റവും വലുത് തന്നെയാണ്. പൈസക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫാമിലി മിസ്സാവായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശരിക്കും ആ ഇത് ഫാമിലി മിസ്സാവരൊക്കെ ഭയങ്കരമായിട്ട് മാറി. എല്ലാ ദിവസവും ഓരോരോ പണികൾ ഏറുണ്ട്. നല്ല സന്തോഷമുണ്ട്. പക്ഷെ കാര്യം പറയട്ടെ, നമുക്ക് വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ആ ഒരു ഫീല്, വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ശരിക്കും ഫീൽ അറിയാട്ടോ. അതായത് അവിടെ ആകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല നമ്മളെ നോക്കണം, മടി പിടിച്ചിട്ട്. അല്ലെങ്കിൽ തന്നെ മടീന്. ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ നമ്മളെ ഒരാൾ നോക്കാണ്ടാന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ. മാത്രം മനസ്സിന് സന്തോഷം നൽകുക ഒരു ഇതുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ നല്ല ഭാര്യമാരെല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് മോൾ എനിക്ക് ബിസ്ക്കറ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടിട്ട് എൻ്റെ ചക്കടിനെ ഒടിഞ്ഞ ബിസ്ക്കറ്റാ, എനിക്ക് ഒടിഞ്ഞ ബിസ്ക്കറ്റാ. താങ്ക് യു. അപ്പം 10 വർഷത്തിന് ശേഷം ഇവിടെ ഇപ്പം വന്നിട്ട് ഇപ്പോൾ 2-3 മാസമായി. എന്നാലും മനസ്സിന് വളരെ സന്തോഷമുണ്ട്. അതൊരു ഫ്രീ ഇങ്ങനെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ പച്ചപ്പിൻ്റെ ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നിന്ന് ചായ കുടിച്ച് ഓരോ ദിവസങ്ങളും പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇപ്പം ഒരുപാട് പണികളൊക്കെ തരുന്നില്ല കേട്ടോ. അധികം പണികളൊന്നുമില്ല. തുണി അലക്ക, അല്ല മുറ്റടിക്കുക, വീടിൻ്റെ ഉള്ളടിക്കുക, അല്ല ഡ്രസ്സിലെടുക്കുക, അങ്ങനത്തെ പണികളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ അവൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, അവളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, നല്ല രീതിയിൽ കഴിക്കുന്നു. അഥവാ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ ഹിം. ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ ഹെർ. മാനസിക സന്തോഷമുണ്ട്. അതിലേറ്റവും വലുത് മാനസിക സന്തോഷം, എല്ലാത്തിലും വലുത്. അതിപ്പോൾ അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. ഇനി ഫ്യൂച്ചറല്ലേ നമുക്ക് നോക്കാന്നേ. അല്ലേ പിള്ളേരൊക്കെ ആയിട്ടുള്ള അതിന് വരുത്തും തൊട്ടുതന്നു. 10 വർഷം കൊണ്ട് ആകെ മാനസികമായിട്ട് ഞാൻ ആലോചിച്ചു, ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഇത്ര വർഷം അവിടെ ഗൾഫ് പിടിച്ചു ഫാമിലി ഒന്നും ഇല്ലാണ്ട്. അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ